ദീർഘനാളത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷം യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ദീപ്തമായ സ്മരണയ്ക്കു മുമ്പിലാണ് നമ്മളായിരിക്കുക. പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും പുണ്യപ്പെട്ട ദിവസമായ പെസഹ വ്യാഴാഴ്ചയാണ് ബഹുമാനപ്പെട്ട ആയില തോമസ് അച്ഛൻ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. തോമസ് അച്ഛനിലൂടെ അതിരൂപതയ്ക്ക് ലഭിച്ച എല്ലാ സേവനങ്ങളെയും നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം. അച്ഛന് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രോത്സാഹനവും പ്രാർത്ഥനയും നൽകിയ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ഇവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി നേരാം. 81 വയസ്സുവരെയുള്ള ഈ ഭൂമിയിലെ ജീവിതം ദൈവദാസൻ കാവുകാട്ട് പിതാവിൽ നിന്നും പട്ടം സ്വീകരിച്ചു. 61 വർഷത്തെ പൗരോഹിത്യ ജീവിതം ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. 1964-65 കാലയളവില്. തുടർന്ന് ഫാത്തിമാപുരം ഇടവകയിൽ 6 വർഷത്തോളം അച്ഛൻ്റെ സേവനമുണ്ടായിരുന്നു. തദവസരത്തിൽ പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ തുടക്കം കുറിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രാരംഭകാല സെക്രട്ടറി ആയിരുന്നു തോമസ് അച്ഛൻ. ആ കാലഘട്ടത്തിലെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ LJ ചിറ്റൂരച്ചനായിരുന്നു. ചിറ്റൂരച്ചനോടൊപ്പമുള്ള അച്ഛൻ്റെ പ്രവർത്തനം ഇന്നിപ്പോൾ വൈവിധ്യമാർന്ന മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് അത്താണിയായി വർത്തിക്കുകയും ചെയ്യുന്ന സൊസൈറ്റിക്ക് നിയമാവലി എഴുതി തയ്യാറാക്കുകയും ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റി ആക്ട് പ്രകാരം സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് ഒരു സാമൂഹ്യ പ്രവർത്തന സംഘടനയാക്കി മാറ്റിയത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ്. 60 വർഷം പൂർത്തിയാക്കുന്ന ചാസിന്റെ പ്രവർത്തനങ്ങള് കേരളത്തിലൊട്ടാകെ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇതിന്റെ തുടക്കക്കാരനാണ് തോമസ് അച്ഛൻ എന്ന നിലയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. 1971 മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പാലിയൂർക്കാവ് ഇടവകയിലായിരുന്നു അച്ഛൻ്റെ അജപാലന പ്രവർത്തനം. 20 വർഷം നീണ്ടുനിന്ന വികസനോന്മുഖമായ പ്രവർത്തനം. അഭിവന്യ അറയ്ക്കൽ പിതാവ് അല്പം മുമ്പ് വന്ന് ഓഫീസ് പ്രാർത്ഥന നടത്തി പാലിയൂർക്കാവിലെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു. ദേവാലയവും സ്കൂളും ഒക്കെ പണിയുന്നതിനും അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തില് പാലിയൂർക്കാവ് അത്ര വികസനമുള്ള സ്ഥലമല്ലായിരുന്നു. അവിടെ ആവശ്യത്തിന് റോഡ് സൗകര്യങ്ങളും മറ്റിതര സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമെല്ലാം അച്ഛൻ നേതൃത്വം കൊടുത്തു. അതിനുശേഷമുള്ള അച്ഛൻ്റെ പ്രവർത്തനം കാഞ്ചിയാർ ഇടവകയില് 7 വർഷം. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ 39 വർഷത്തില് ഏതാണ്ട് 28 വർഷവും അച്ഛൻ്റെ പ്രവർത്തനം കാഞ്ഞിരപ്പള്ളി രൂപതയിലായിരുന്നു. 1998 മുതൽ 2003 വരെയുള്ള കാലഘട്ടം നമ്മുടെ അതിരൂപതയിലെ കടങ്ങറ ഇടവകയിലായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനം. 2003 അച്ഛൻ കടങ്ങറായിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ വിരമിക്കുമ്പോൾ പിന്നാലെ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് തുടർച്ചയായിട്ട് കടങ്ങരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചു. 2003 മുതലാണ് എനിക്ക് അച്ഛന് വ്യക്തിപരമായിട്ടുള്ള പരിചയവും ഒക്കെ ഉള്ളത്. അച്ഛൻ കടങ്ങറായിൽ സേവനം ചെയ്ത അവസരത്തിൽ അവിടെ താമസ സൗകര്യം വളരെ പഴക്കം ചെന്ന് ചോർന്നൊലിക്കുന്ന ഒരു പള്ളി മേടയായിരുന്നു. ആ കുറവുകളും പോരായ്മകളും എല്ലാം അച്ഛൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവിടെ താമസിച്ചു പോന്നു.
ആ സാഹചര്യങ്ങളുമായിട്ട് അച്ഛൻ താതാത്മ്യപ്പെട്ടു. അവിടെ ആ നാടിനും സമൂഹത്തിനും വേണ്ടി ഒരു പാരിഷ് ഹാൾ നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം, അത് പൂർത്തിയാക്കാനായിട്ട് അച്ഛൻ ശ്രമം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ദേവാലയ നവീകരണ പ്രവർത്തനം, കടങ്ങറ ഇടവകയ്ക്ക് വേണ്ടി കഠിന അധ്വാനം ചെയ്ത വൈദികനാണ് തോമസ് അച്ഛൻ. പാരിഷ് ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത അച്ഛൻ രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പണിക്കാരോടൊപ്പം പണി ചെയ്തും ഭക്ഷണം കഴിച്ചും പണി തീരുന്നിടം വരെ അവരോടൊപ്പം കഴിഞ്ഞിരുന്നു. അച്ഛനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അച്ഛൻ ബുദ്ധിമാനായിരുന്നു, പല മേഖലകളിലും കഴിവുള്ള വ്യക്തിയായിരുന്നു. ആസൂത്രണ വൈദഗ്ധ്യം അച്ഛനേറെ ഉണ്ടായിരുന്നു. അച്ഛന്റെ വ്യക്തിത്വം തന്നെ ശക്തനും കരുത്തനുമായിരുന്നു അച്ഛൻ. ആരുടെയും പക്കൽ തോറ്റുകൊടുക്കുന്ന ശീലം അച്ഛനില്ലായിരുന്നു. കഠിനാധ്വാനിയും ധൈര്യശാലിയും, ശരീരത്തിന് നല്ല കരുത്തും ആരോഗ്യവും അച്ഛനുണ്ടായിരുന്നു. സാഹസികനായിരുന്നു. അതുകൊണ്ടാണല്ലോ പാലിയൂർക്കാവിൽ 20 വർഷം അച്ഛന്റെ ശുശ്രൂഷ. തുടർന്ന് അച്ഛന്റെ പ്രവർത്തനങ്ങൾ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഒരു നല്ല ക്രമീകരണങ്ങൾ വരുത്താനുള്ള ശ്രമം, അങ്ങനെയൊക്കെ അച്ഛന്റെ പ്രവർത്തനം ഒരു സാഹസികതയുടെ മേഖലയിലായിരുന്നു. വളരെയേറെ അലയുന്ന ഒരു പ്രകൃതമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ഇടവകയ്ക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും താൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി അലയുന്ന ഒരു ജീവിത ശൈലി. ലാളിത്യത്തിന്റെ ആഴ്രൂപമായിരുന്നു. മണ്ണിനെയും മനസ്സിനെയും തൊട്ടറിഞ്ഞ പുരോഹിതൻ. പ്രകൃതിയെയും കൃഷിയിടങ്ങളെയും അച്ഛൻ സ്നേഹിച്ചു. നാടിന്റെ നന്മ മാത്രം ആഗ്രഹിച്ച വ്യക്തി. എളിമ നിറഞ്ഞ ജീവിതവും പരസ്നേഹ പ്രവർത്തനവും അച്ഛന്റെ ജീവിത ശൈലിയായിരുന്നു. താൻ ആയിരുന്ന ഇടവകളിൽ പ്രവാചക ധീരതയോടെ ഇടവക സമൂഹത്തെ നയിച്ചു. പ്രവർത്തന മേഖലകളിൽ അച്ഛനൊരു ആവേശമുണ്ടായിരുന്നു, ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തവരെയും ആരുമില്ലാത്തവരെയും ആർക്കും വേണ്ടാതിരുന്നവരെയും പ്രിയപ്പെട്ടവരാക്കുക എന്നുള്ളതായിരുന്നു അച്ഛന്റെ ശൈലി. അനേകർക്ക് അച്ഛൻ വിദ്യാഭ്യാസം നൽകി, വിവാഹ സഹായം നൽകി, ഭവന നിർമ്മാണ സഹായം നൽകി, ചികിത്സാ സഹായം നൽകി. അച്ഛന്റെ പ്രേക്ഷിത പ്രവർത്തനം കരുണയുടെ ഈശോയുടെ മുഖം പങ്കുവെച്ചു കൊടുത്തു. വാങ്ങി വലുതാകാതെ കൊടുത്തില്ലാതാകുക, അതായിരുന്നു അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ തനിമ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്തു. ശത്രുക്കളെയും വിമർശകരെയും അച്ഛൻ സ്നേഹിച്ചിരുന്നു. അച്ഛന്റെ പ്രവർത്തനങ്ങളൊന്നും സ്വന്തം പ്രശസ്തിക്കു വേണ്ടി ആയിരുന്നില്ല. പ്രവർത്തനങ്ങളെല്ലാം ഗ്രാമങ്ങളിലായിരുന്നു. കരഘോഷത്തിന് നൃത്തം ചെയ്തില്ല. വ്യക്തിബന്ധങ്ങളിൽ സ്നേഹവും സൗഹൃദവും പുലർത്തിയിരുന്നു. കടങ്ങറായിലായിരിക്കുമ്പോൾ ധാരാളം പേർ പാലിയൂർക്കാവിൽ നിന്ന് അച്ഛനെ കാണാനായിട്ട് കാണുവാനായിട്ട് ഇട വന്നിട്ടുണ്ട്. ഭാവനാസമ്പന്നനായ അജപാലകൻ, ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട പുരോഹിതൻ, നന്മ നിറഞ്ഞ ഒരു തണൽ വൃക്ഷം. ധാരാളം പേർ ഈ വൃക്ഷത്തിന്റെ ശീതളഛായയിൽ ഇടം കണ്ടെത്തി. സ്നേഹത്തിന്റെ പ്രവൃത്തികളിൽ മറ്റുള്ളവരെ സമ്പന്നരാക്കി. സ്നേഹത്തിന്റെ ദൂത് കൈമാറിയ സരള ഹൃദയൻ. വേദനിക്കുന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കിയുള്ള പ്രവർത്തനം, അതായിരുന്നു അച്ഛൻ്റെത്. ജീവിതം സുവിശേഷമാക്കിയ ബഹുമാനപ്പെട്ട ആയിൽ അച്ഛന് സ്വർഗീയ പിതാവിന്റെ നാട്ടിലേക്ക് യാത്രയാക്കാം. നിത്യതയുടെ കൂടാരത്തിൽ ദൈവം അച്ഛന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. കുറവുകൾ സദാ പരിഹരിക്കുന്ന ഈശോ കുറവുകൾ പരിഹരിച്ച് നിത്യതയിൽ അച്ഛന്റെ ആത്മാവിനെ ചേർക്കട്ടെ. അച്ഛന്റെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവർക്കും അഭിയുന്യ പിതാവിന്റെയും
അതിരൂപതയുടെയും അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഫലം അനുഭവിച്ച എല്ലാ ദൈവജനത്തിൻ്റെയും പേരുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.